കിഡ്നി രോഗത്താൽ ഡയാലിസിസിലൂടെ ജീവൻ നിലർത്തുന്ന ഈ പാവം മനുഷ്യൻ ചിരട്ട കൊണ്ട് നിർമ്മിച്ചതാണ് ഇതൊക്കെ. ഞങ്ങൾ പാവപ്പെട്ട സാധുവായ കുടുംബമാണ്. 2 വർഷമായി എൻ്റെ മോൻ ഡയാലിസിലേക്ക് പോകുന്നത്. മാസം 12 ഡയാലിസ് ചെയ്യണം. അതിൻ്റെ ഇഞ്ചക്ഷനും ഗുളികയും മരുന്നും എല്ലാം കൂടെ 25,000 രൂപയും മേളിലാവും. ഒരുപാട് സങ്കടത്തോടു കൂടിയാണ് ഞാൻ ഇന്നൊരു വീഡിയോ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നത്. എൻ്റെ കൂടെ നിൽക്കുന്ന ഈ ഒരു ഇക്ക ചെയ്തിട്ടുള്ള വർക്കുകളാണ് ഇത് ഇവിടെ കാണുന്നത്. അത്രയ്ക്കും അനുഗ്രഹീതനായിട്ടുള്ളൊരു കലാകാരനാണ് അദ്ദേഹം. ചിരട്ടയിൽ നിർമ്മിച്ചിട്ടുള്ള ഓരോ സാധനങ്ങളാണ് എൻ്റെ തൊട്ടടുത്തായിട്ട് ഇരിക്കുന്നത്. കുറേയേറെ വർഷക്കാലമായിട്ട് കിഡ്നി സംബന്ധമായിട്ടുള്ള അസുഖത്താൽ ട്രീറ്റ്മെൻറ്റിലാണ്. നിലവിൽ കിഡ്നി മാറ്റിവെക്കേണ്ട ഒരു സാഹചര്യമാണ്. ഇപ്പോൾ ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. അപ്പോൾ നാട്ടിലുള്ള ആൾക്കാരുടെയൊക്കെ സഹായം കൊണ്ടാണ് ഈ ഒരു കുടുംബം ഇപ്പോൾ നിലവിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു മാസത്തിൽ 25,000 രൂപയ്ക്ക് മുകളിൽ ഡയാലിസിസിന് തന്നെ ഈ കാക്ക് ചിലവാകുന്നുണ്ട്. ഞങ്ങൾ പാവപ്പെട്ട സാധുവായ കുടുംബമാണ്. 2 വർഷമായി എൻ്റെ മോൻ ഡയാലിസിലേക്ക് പോകുന്നത്. ഞങ്ങൾ മരുന്ന് വാങ്ങിക്കുന്നതും അവൻ്റെ ഡയാലിസിസ് ചെയ്യുന്നതും എല്ലാം ഞങ്ങൾക്ക് നിങ്ങളെപ്പോലുള്ളവരുടെ സഹായത്തിലാണ് ഞങ്ങൾ ജീവിക്കുന്നത്. ഇവിടെ ആ മോൻ ഉണ്ടാക്കിയ ചിരട്ട കൊണ്ടുണ്ടാക്കിയ സാധനങ്ങളാണ് ഈ മക്കളുടെ കയ്യിലിരിക്കുന്നത്. എൻ്റെ മോൻ ഡയാലിസിസ് കഴിഞ്ഞ് വന്ന് ചെയ്ത ജോലിയാണിത്. എന്തെങ്കിലും ഒരു വരുമാനം ഞങ്ങൾക്ക് കിട്ടിയാൽ അത്രയും ഒരു സഹായമാണ്. ഇപ്പൊ അടുത്ത മാസം തന്നെ അവനിക്ക് ഓപ്പറേഷൻ ആണെന്നാണ് ഡോക്ടർ പറഞ്ഞത്. എത്ര നാളായിട്ട് ഇപ്പൊ ഈ അസുഖത്താൽ മുന്നോട്ട് പോകുന്നുണ്ട്? 2 വർഷമായി. 2 വർഷമായി. ഏത് ഹോസ്പിറ്റലിലെ ട്രീറ്റ്മെന്റിലാണ്? മെഡിക്കൽ ടെസ്റ്റിലാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. മോന്റെ സർജറിക്ക് വേണ്ടി എത്ര രൂപയാണ് ചെലവ് വരുന്നത്? 30 ലക്ഷത്തിന് മേളിലാകുമെന്നാണ് പറയുന്നത്. പിന്നെ എൻ്റെ മോന് 3 മാസം അവിടെ തന്നെ താമസിക്കുകയൊക്കെ വേണ്ടേ. പിന്നെ ഞങ്ങളുടെ കാര്യങ്ങളും അവൻ്റെ മരുന്നും ഓപ്പറേഷനും എല്ലാം നാട്ടുകാരായ നിങ്ങളുടെ സഹായം കൊണ്ടേ ഉള്ളു. ഞങ്ങൾക്ക് വേറെ ഇവിടെ ആരും ഞങ്ങൾക്ക് ജോലിക്ക് പോയി കൊണ്ട് തരാൻ ആരുമില്ല. ഇപ്പൊ ജോലിക്കൊന്നും പോകാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആണല്ലോ. എൻ്റെ മോൻ ഇതായാലും പിന്നെ പുറത്തോട്ട് പോകത്തില്ല. ആശുപത്രിയിലും പോകും, ഡയാലിസിനും പോകും. എന്ത് ജോലിക്കായിരുന്നു പോയിക്കൊണ്ടിരുന്നത്? ഓട്ടോറിക്ഷ ഓടിക്കുമായിരുന്നു. അതിന്റെ ഇടക്ക് മീനിന്റെ പണിക്ക് പോകുമായിരുന്നു. മാർക്കറ്റിൽ പോയിരുന്നു. അപ്പോഴാണ് ഈ ഒരു അസുഖം ഉണ്ടാകുന്നത് അല്ലേ? അന്നേരമാണ് അറിയുന്നത് കിഡ്നി കംപ്ലൈന്റ് ആണെന്നുള്ളത്. ഇപ്പം ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ആഴ്ചയിൽ 3 ഡയാലിസിസ് ചെയ്യുന്നുണ്ട്. അതിന് ഏകദേശം 10-25,000 രൂപ ചെലവ്. മാസത്തിൽ 10-25,000 രൂപയോളം ചെലവ് വരും. മാസം 12 ഡയാലിസിസ് ചെയ്യണം. അതിന്റെ ഇഞ്ചക്ഷനും ഗുളികയും മരുന്നും എല്ലാം കൂടെ 25,000 രൂപയും മേളിലാവും. നാട്ടിൽ ഉള്ള കുറച്ച് ആൾക്കാരുടെയൊക്കെ സഹായം കൊണ്ടാണ്. പിന്നെ എന്റെ മാർക്കറ്റിൽ നിന്ന സഹോദരങ്ങളും അവരാണ് കൂടുതലും സഹായിക്കുന്നത്. ഇക്കയുടെ സർജറിക്ക് മാത്രമായിട്ട് ഇപ്പം വേണ്ടത് 30 ലക്ഷം രൂപയാണ്. സർജറിക്ക് മാത്രമായിട്ട് 30 ലക്ഷം രൂപ അടുത്ത് മേളിൽ വേണമെന്നാണ് പറയുന്നത്. അപ്പൊ അടുത്ത മാസത്തേക്ക് സർജറി ആകുമെന്നാണ് പറയുന്നത്. അപ്പൊ ഈ 1 മാസത്തിനുള്ളിൽ 10 ലക്ഷം രൂപ മേളിൽ കണ്ടെത്തണം. ഇക്ക ഡോണറിനെ ഒക്കെ കണ്ടെത്തി? ഡോണറൊക്കെ ഉണ്ട്. എല്ലാം ടെസ്റ്റ് എല്ലാം കഴിഞ്ഞു, കമ്മിറ്റിയും കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞു. അതെ. അതിന്റെ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞിരിക്കുകയാണ്. അപ്പൊ അതിന്റെ ഈ ഒരു അസുഖത്തിന്റെ ഇടവേള കിട്ടുന്ന സമയത്താണ് ഇങ്ങനെയുള്ള സാധനങ്ങൾ ഉണ്ടാക്കുന്നത്, ചെയ്യുന്നത്. ഇത് വളരെ മനോഹരമാണ് കേട്ടോ. ചിരട്ട കൊണ്ട് ഈ ഉള്ള സാധനങ്ങളൊക്കെ ഇക്ക നിർമ്മിച്ചു വെച്ചിരിക്കുകയാണ്. ഈ മക്കളുടെ കയ്യിലൊക്കെ ഇരിക്കുന്നു പറയുമ്പം വാപിഷ നിർമ്മിച്ചിട്ടുള്ള സാധനങ്ങളാണ് കേട്ടോ. അപ്പോൾ അത്രയും അനുഗ്രഹീതനായിട്ടുള്ളൊരു കലാകാരൻ കൂടിയാണ്. ഞാൻ ഇക്കയുടെ ട്രീറ്റ്മെൻറ്റ് സംബന്ധമായിട്ടുള്ള ഡീറ്റെയിലുകൾ നോക്കുമായിരുന്നു. ഏകദേശം 30 ലക്ഷം രൂപയ്ക്ക് മുകളിൽ വരും ഈ ഒരു സർജറിക്കും കാര്യങ്ങൾക്കും ആയിട്ട്. അപ്പം നല്ലൊരു കലാകാരനാണ്. അദ്ദേഹം നിർമ്മിച്ചിട്ടുള്ള കാര്യങ്ങളാണ് എൻ്റെ തൊട്ടടുത്തായിട്ട് നിൽക്കുന്നത്. 2 കുഞ്ഞു കുട്ടികളാണ്. അപ്പോൾ ഇവരെയൊക്കെ ഈ വീഡിയോയുടെ മുമ്പിൽ കൊണ്ടുവരുന്നതിലും എനിക്ക് വിഷമമുണ്ട്. കാരണം ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത് തന്നെ ഇവരുടെ ജീവിതത്തിൽ ഒരു മാറ്റം കൊടുക്കാൻ വേണ്ടിയാണ്. അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്ന ഒരുപാട് നല്ല മനസ്സുകളുണ്ട്. നിങ്ങളുടെയൊക്കെ ഒരു സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഇവരുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റം കൊടുക്കാൻ പറ്റും. ഞാൻ എന്തായാലും അക്കൗണ്ട് ഡീറ്റെയിൽ വീഡിയോയിൽ കൊടുക്കാം. അപ്പോൾ നിങ്ങളെ കൊണ്ട് കഴിയാവുന്ന ഒരു വലിയ സഹായം ഈ ഒരു കുടുംബത്തിന് വേണ്ടി ഉണ്ടാകണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് കേട്ടോ.